നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിലെത്താമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ. സോഷ്യൽ മീഡിയയിലെ വൈറലായ ക്ഷണം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിലെത്താൻ ഒരുങ്ങുന്നു. ആലപ്പുഴയിലെ മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം സന്ദർശിച്ച് ദേവിയുടെ അനുഗ്രഹം തേടണമെന്ന ആഗ്രഹം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. മങ്കൊമ്പിലെ ഒരു കൂട്ടം ഭക്തർ ഹിമന്ത ബിശ്വ ശർമ്മയെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിലെ ക്ഷേത്രം സന്ദർശിച്ച ഗുവാഹത്തി സ്വദേശിയായ എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ നബാരുൺ ബറുവ എക്സിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ക്ഷണം ശ്രദ്ധ നേടിയത്. അസമിൽ നിന്നുള്ളയാളാണെന്നറിഞ്ഞതോടെ പ്രദേശവാസികൾ ആവേശത്തോടെ പ്രതികരിച്ചെന്നും ഹിമന്ത ബിശ്വ ശർമ്മയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചെന്നും ബറുവ കുറിച്ചു. മാമാജി എന്ന സ്നേഹപൂർവമായ വിളിപ്പേരിലാണ് നാട്ടുകാർ അസം മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തത്. ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിലെത്തിയാൽ തങ്ങളുടെ ഗ്രാമത്തിലെത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. എന്നാൽ വീഡിയോ ക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളും നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. കനത്ത മഴയും മോശം റോഡും സൗകര്യവും മൂലം പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണെന്നും ഒരു റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടതോടെ യാത്രാ പ്രശ്നങ്ങൾ രൂക്ഷമായെന്നും നാട്ടുകാർ പറയുന്നു. തങ്ങൾ ദീർഘകാലമായി BJP അനുഭാവികളാണെന്നും പ്രദേശത്തെ റോഡ് പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്നും അവർ ഹിമന്തയോട് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഹിമന്ത ബിശ്വ ശർമ്മ എക്സിലൂടെ പ്രതികരിച്ചു. വരും ദിവസങ്ങളിൽ മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രം സന്ദർശിക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പിന്നാലെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പ്രതികരണവുമായി രംഗത്തെത്തി. ഹിമന്തയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ BJP NDA സർക്കാർ നടപ്പാക്കുന്ന വികസന മാതൃക കേരളത്തിലും ചർച്ചയാകേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യം, നവീകരണം, യുവാക്കൾക്കുള്ള അവസരങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മാറ്റം കേരളത്തിലെ ജനങ്ങൾ ഏറെ താല്പര്യത്തോടെ കാണുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അഴിമതി, പ്രീണന രാഷ്ട്രീയം, കൃത്രിമ വിവാദങ്ങൾ എന്നിവയിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിന് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിമന്തയ്ക്കൊപ്പം മങ്കൊമ്പ് ക്ഷേത്രത്തിലെത്തി ദേവി ഭഗവതിയുടെ അനുഗ്രഹം തേടാനായി കാത്തിരിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഉടൻ കേരളം സന്ദർശിക്കാനായി കാത്തിരിക്കുന്നു എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണത്തിന് ഹിമന്ത ബിശ്വ ശർമ്മയുടെ മറുപടി. ക്ഷേത്രങ്ങളിലേക്കുള്ള ക്ഷണം എന്ന നിലയിൽ ആരംഭിച്ച സമൂഹ മാധ്യമ സംഭാഷണം ഒടുവിൽ കേരളത്തിന്റെ വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും സംബന്ധിച്ച BJPയുടെ രാഷ്ട്രീയ സന്ദേശമായി തന്നെ മാറുകയാണ് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനപരമായ ഒരു പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ നിലവിലിരുന്ന സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിനെയോ അല്ലെങ്കിൽ പിണറായി വിജയനെയോ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെയോ സമീപിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒന്നും നടക്കില്ല എന്ന് വ്യക്തമായതോടെയാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഈ വിവരങ്ങൾ എത്തുന്നത്. ഏതായാലും വികസന കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് BJPയും BJPയുടെ സർക്കാരും വിചാരിക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ജനങ്ങളുടെ ചിന്തയും. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ റോഡ് നന്നാക്കുന്ന കാര്യം പോലും അസം മുഖ്യമന്ത്രിയോട് പറയാൻ ഇവർ തയ്യാറാകുന്നതും. ഏതായാലും ഇത് വലിയ രാഷ്ട്രീയ സന്ദേശമാണ് മറ്റുള്ള ജനങ്ങൾക്കിടയിൽ നൽകുന്നത്. അദ്ദേഹം കേരളത്തിലെത്തിയാൽ അത് പാർട്ടിക്കും വലിയ മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. അദ്ദേഹത്തോടൊപ്പം ഈ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ജാഗ്രത കാണിക്കുന്ന രാജീവ് ചന്ദ്രശേഖറും ഈ കാര്യത്തിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.